ഇവിടെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പ്ലെയിനകത്ത് കയറി സ്ഥലം വിട്ട് കൂടെ 2 വിമാനമുണ്ട്. ചിലർ പറഞ്ഞ് ഏതൻസിൽ പോയി, ചിലർ പറഞ്ഞ് ഗ്രീസിൽ പോയി, സൈപ്രസിൽ പോയി. അയാളെങ്ങും പോയില്ല. അങ്ങനെ പോകുന്ന ഒരാളല്ല അദ്ദേഹം. മൊസാദിന്റെ മുൻ തലവൻ, അദ്ദേഹം ഒരു കമാൻഡോയായിരുന്നു. അതുകൊണ്ട് പട്ടാളത്തെ സേവനം ചെയ്ത. അതുകൊണ്ട് ഈ മരിച്ചവരുടെ ഇടയ്ക്ക് വന്നിട്ട് അവരുടെ പട്ടാളക്കാരോടും നാട്ടുകാരോടും പറഞ്ഞ് നമ്മൾ ഇത്രയും സഹിച്ച് ഒരു 2 വീക്സ് കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന്. ഒരു 2 ആഴ്ച കൂടി അലാറം കാണുമെന്ന്. അതോടുകൂടി അവർ തീർക്കുമെന്നുള്ളതാ പ്ലാൻ. ചില നേതാക്കളെയും കൂടെ ഇറാനി അവർ വകവരുത്തും. ഇതാണ് അവരുടെ തീം. അപ്പം ആദ്യം സിയാഉൽ ഹക്ക് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ കാലം തൊട്ട് വളരെ കാര്യങ്ങൾ അമേരിക്കയുടെ ആണവായുധം രഹസ്യമായിട്ട് പാകിസ്ഥാനിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഒരു സംഘടന നടന്നു കഴിഞ്ഞാൽ അവർക്കടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി ആണവായുധമുണ്ട്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ് ഇറാനിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഈ ടെഹ്റാനെ ആക്രമിക്കുന്നതിന് വിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിട്ടുപോകണം, നിങ്ങൾ വിട്ടുപോകണം, നിങ്ങൾ വിട്ടുപോകണം. കൊല്ലാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും സകലത്തെ തീർക്കാൻ. സിവിലിയൻസിനോട് പറഞ്ഞ് നിങ്ങൾ മാറിപ്പോണം, ടെഹ്റാൻ വിട്ടുപോകണം, ടെഹ്റാൻ വിട്ടുപോകണം. ഞങ്ങൾ ചിലരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ഇറാൻ എന്നൊരു രാഷ്ട്രത്തെ ഞങ്ങൾ ഇല്ലാതാക്കുമല്ല, പക്ഷേ ഇറാനിൽ സമാധാനമുള്ളൊരു ഭരണം ചുറ്റുമുള്ള രാജ്യങ്ങൾക്കും ഇസ്രയേലിനൊരു ഭീഷണിയാകരുത്. ക്രിസ്ത്യൻ ഗാരേജ്. ക്രിസ്ത്യൻ ഗാരേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ പ്രിയ കർത്താവനദാസൻ പാസ്റ്റർ സജു ചാത്തന്നൂർ അവറുകളാണ് നമ്മോടൊപ്പം ഇന്നും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ കർത്താവനദാസനെ ഈ പ്രോഗ്രാമിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടെങ്കിലും ഇപ്പോഴുള്ള ഈ ആക്രമണം വളരെ പെട്ടെന്ന് നടന്നൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ ഇറാന് നേരെ ഈ സമയത്ത് നടത്തുവാനുണ്ടായ സാഹചര്യം എന്താണ്? ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷൈൻ അവർകൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. പാസ്റ്റർ, അതിൻ്റെ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ, ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളുമെല്ലാം ഇതുവരെയും അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ നമ്മുടെ ടോക്ക് ഷോയിൽ പറഞ്ഞു, 2025 ഏപ്രിൽ 12 മിസ്റ്റർ ട്രംപ് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. 60 ദിവസം കൊണ്ട് നിങ്ങൾ ആണവ കരാറിൽ ഒപ്പിടണം. അതിന് 5 റൗണ്ട് ചർച്ചയാണ് വെച്ചിരിക്കുന്നത്. അതിൽ 4 റൗണ്ടും കഴിഞ്ഞു. 5ാമത്തെ റൗണ്ട് ഇറാൻ നീട്ടുമ്പോൾ ജൂൺ 14 ഞായറിന് ആ ചർച്ച വരുന്നത്. പക്ഷേ 13 ഒരാക്രമണം ഉണ്ടായി. ഇത് നമ്മുടെ പ്രേക്ഷകരും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജൂൺ 13 2 ആഴ്ചയ്ക്ക് പിറകിൽ ഇറാൻ്റെ ഇന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷ്കിയാൻ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് റഷ്യയിൽ ഒരു വിസിറ്റ് നടത്തി. പാസ്റ്ററെ, റഷ്യയിൽ വിസിറ്റ് നടത്തിയിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചില പ്രിയപ്പെട്ടവർ മാത്രം അത് പുറത്ത് പറയുന്നു. ഇറാൻ ഏത് സമയവും ആക്രമിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ അവർ വർഷങ്ങളായി ശുദ്ധീകരിച്ച് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞ യുറേനിയം അതിൻ്റെ കുറേ ക്വാണ്ടിറ്റി റഷ്യയിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അതിന് ഏകദേശ ധാരണ എത്തിയത് ഇസ്രായേലിൻ്റെ മൊസാദിന് മനസ്സിലായി. ആ ഇസ്രായേലിൻ്റെ മൊസാദിന് മനസ്സിലായത് കൊണ്ടാണ് അതിവേഗത്തിൽ, എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്മീഡിയറ്റ് സംഭവിക്കാം. എന്താ വെച്ചാൽ ഇറാൻ്റെ തുറമുഖമുണ്ട്. ഇറാൻ്റെ തുറമുഖം ചാബഹാർ, അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തുറമുഖം. ഒന്നീ അതുവഴിയെങ്കിലും കപ്പലുകൾക്കകത്താക്കി സമ്പുഷ്ടീകരിച്ച യുറേനിയം, നമ്മുടെ ഇപ്പോൾ ഇവിടെ കപ്പൽ തകർന്നപ്പം അതിനകത്ത് പലതുപോലെ രാസവസ്തുക്കൾ പോലെ ഇത് റഷ്യയിലേക്ക് കടത്തിയാൽ ഇതൊരു സേഫ് സോണിലാവും പാസ്റ്ററെ. പിന്നെ ഇറാൻ ഏതെങ്കിലും സമയത്ത് മടക്കി ചോദിച്ചാൽ റഷ്യ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും വൈകാതെയാണ് ഇമ്മീഡിയറ്റ് ഇത് റഷ്യയിലേക്ക് സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞ യുറേനിയം ഇറാൻ കടത്താൻ സാധ്യതയുണ്ടെന്ന് മൊസാദിന് രഹസ്യവിവരം കിട്ടിയത് കൊണ്ട് ചർച്ചയ്ക്ക് തൊട്ട് മുമ്പിട്ട് തന്നെ ഇത് ഇവിടുന്ന് കൈവിട്ടു പോകുമെന്നറിയാം. അതുകൊണ്ട്
ജൂൺ മാസം 13 അർദ്ധരാത്രി അഥവാ ഇന്ത്യൻ സമയം വെളുപ്പിന് 5, അവിടുത്തെ സമയം ഇറാൻ്റെ സമയം 4 മണിക്ക് ശേഷം ഏകദേശം 78 മിനിറ്റ് ആക്രമണം ഉണ്ടായത്. ഏകദേശം ലോക മഹായുദ്ധങ്ങളെ പറ്റിയെല്ലാം പല വിഷയങ്ങളും ഞാൻ കൈകാര്യം ചെയ്ത് പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. എൻ്റെ ചിന്തയിൽ 200 വിമാനം ഒരു രാജ്യത്തിൻ്റെ മുകളിൽ കയറുന്നത് വളരെ അപ്രതീക്ഷിതമാണ്. ഒരു രാജ്യത്തിനും അങ്ങനെ പെട്ടെന്ന് 200 വിമാനത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ 200 വിമാനം അറ്റാക്ക് ചെയ്തതാ ഏറ്റവും വലിയ ഇറാൻ ഉണ്ടായ തിരിച്ചടി. 200 വിമാനം 5 റൗണ്ട് ആക്രമണമുണ്ടായി. 5 റൗണ്ട് ആക്രമണത്തിൻ്റെ പ്രത്യേകത ഭാഷ ഇറാൻ്റെ കണ്ണായ ഭാഗങ്ങൾ ആദ്യ രാത്രി തന്നെ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു. 1 ടെഹ്റാൻ, 2 ഇറാൻ്റെ ആണവ പരിപാടി മൊത്തം ഉള്ളത് ടെഹ്റാനിൽ നിന്ന് 218 കിലോമീറ്റർ നതൻസ് കഴിഞ്ഞിട്ട് അടുത്ത പട്ടണം തബ്രീസ് കഴിഞ്ഞിട്ട് ഷിറാസ്, അത് കഴിഞ്ഞിട്ട് കിർമൻഷാ. ഇങ്ങനെയുള്ള പട്ടണങ്ങളാണ് ഇറാൻ്റെ മെയിൻ ടൗൺഷിപ്പുകൾ. അതെല്ലാം ആദ്യ രാത്രി തന്നെ ഇസ്രയേൽ കൈകാര്യം ചെയ്തു. അതിനോടനുബന്ധിച്ച് ഇപ്പം അവർക്ക് ഏറ്റവും വലിയൊരു ഭയമുണ്ട്. ഇറാൻ്റെ ഒരു പർവ്വതനിര, ഫോർദോ എന്ന് പറയുന്നൊരു പർവ്വതനിരയുണ്ട്. ഇതിൻ്റെ മലയുടെ അടിയിൽ ഇന്റേണൽ ഭൂഗർഭ അറകളിൽ ഇതൊരു മരുഭൂമിയാണ്. ഈ മലയോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന മലയുടെ അടിയിൽ ഭൂഗർഭ അറ ഉണ്ടാക്കി ഈ യുറേനിയം സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് ഇസ്രയേലിനൊരു ഭയമുണ്ട്. പക്ഷേ ഈ ഭൂഗർഭ അറകളിൽ പോയി ഇത് ക്ലിയർ ആക്കാൻ ഒരു കാരണവശാലും ഇസ്രയേലിൻ്റെ ഇന്നത്തെ ടെക്നോളജി അതുവരെ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പാസ്റ്ററെ അമേരിക്കയുടെ ട്രംപിൻ്റെ സഹായം ഈ തരുണത്തിൽ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല പാസ്റ്ററെ. ഈ ഒരു അറ്റാക്കിൻ്റെ ആദ്യ ഭാഗങ്ങൾ തുടങ്ങുന്നത് 2022-ലാണ്. അതിൽ ഇറാന് ഘട്ടം ഘട്ടമായി ഉന്മൂലനം ചെയ്യുക, പാർട്ട് ബൈ പാർട്ട് ദ ലീഡേഴ്സ് ഓഫ് ഇറാൻ കിൽഡ്. അതിൽ 2022 കാലത്തിൽ ഈ ഇറാൻ്റെ ആണവ ഉപദേഷ്ടാവായിരുന്ന മൊഹസീൻ ഫക്രിസാദ, അദ്ദേഹത്തെ ഇസ്രയേൽ വകവരുത്തി. അത് മൊസാദിൻ്റെ പ്ലാനായിരുന്നു. 2 ഇറാൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം അൽ റൈസിയുടെ ഉപദേശകനായ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഖസീം സുലൈമാനി. അദ്ദേഹത്തെയും ഇവർ വകവരുത്തി. 3 ഏറ്റവും നിർണായകമായ സംഭവം നമുക്കറിയാം. ഇബ്രാഹിം അൽ റൈസി, മുൻ ഇറാൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഒരു അണക്കെട്ട് എന്തോ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ 4 ഹെലികോപ്റ്ററാണ് പോയത് അസർബൈജാൻ്റെ ബോർഡറിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ തകർന്നാ മരിച്ചത്. ഇതുവരെ ഇറാൻ അത് വിട്ടിട്ടില്ല. 4 കാര്യം, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന മൊസാദ. 4 കാര്യം, ഹമാസിൻ്റെ ടോപ്പ് മോസ്റ്റ് ലീഡർ ഇസ്മായിൽ ഹനിയ, അദ്ദേഹം ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് അതിനകത്ത് മടങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് അദ്ദേഹത്തെ ഡ്രോൺ കൊണ്ട് ഇറാനി വെച്ച് കൊല്ലുന്നത്. ഈ 4 കൊലപാതകങ്ങൾ വരാനിരിക്കുന്ന ഇസ്രയേലിൻ്റെ അറ്റാക്കിൻ്റെ മുൻപായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലാ മൊഹസീൻ ഫക്രിസാദ, ഖസീം സുലൈമാനി, ഇബ്രാഹിം അൽ റൈസി, അത് കഴിഞ്ഞിട്ട് ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ ലീഡർ. പിന്നെ പാസ്റ്റർ ചോദിച്ച വളരെ കാലിക പ്രസക്തിയുള്ളൊരു കാര്യമാണ് ഈ ടൈമിങ്. അതാണ് ഈ ആക്രമണത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അബ്രഹാമിൻ്റെ അക്കോർഡ് എന്ന് പറഞ്ഞൊരു കരാർ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. അബ്രഹാമിന് സാറ മരിച്ചപ്പോൾ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്ത് പാസ്റ്റർ കെദൂറയിൽ ഈ ഉണ്ടായതായി ഈ സൗദി അറേബ്യ, അത് കഴിഞ്ഞ് UAE, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഇവർ അറബ് ലീഗിലുണ്ടെങ്കിലും ഇവർ 5 പേരും GCC എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇവരെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ട്രംപ് ഈ ദിവസങ്ങളിൽ ഒരു ഡബിൾ പ്ലേയാണ് കളിച്ചത്. എന്താ ഡബിൾ പ്ലേ കളിച്ചത്? ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നേരെ സൗദി രാജാവിനെ വിളിച്ചു. അതിനുശേഷം ഇന്നത്തെ സമ്പന്നൻ എലോൺ മസ്ക്, അത് കഴിഞ്ഞിട്ട് എയുടെ സാൾട്ട്മാൻ, ഇവർ ഇത്രയും കൂടെ വന്നിട്ട് സൗദിയിൽ വന്നിട്ട് വലിയൊരു കരാർ ഒപ്പിട്ട് സൗദിയുമായിട്ട് കാര്യങ്ങൾ സെറ്റിലായി. അപ്പം ഇനി അറബ് രാജ്യം ഒരിക്കലും സൗദി അറേബ്യ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ടൊരു പരിപാടിക്ക് ഇറങ്ങത്തില്ല. പിന്നെ അവിടെ വെച്ച് വേറെ വലിയൊരു കളി. ട്രംപ് ഭയങ്കര ബുദ്ധിമാനാണ്. ഇന്നിപ്പോൾ സിറിയയിലിരിക്കുന്ന ഭരണാധികാരി, അദ്ദേഹം ഒരു ടെറർ ഗ്രൂപ്പിൽ നിന്ന് വന്നതാ. അദ്ദേഹത്തെ സൗദി വിളിച്ചു വരുത്തിയിട്ട് ഈ ഇസ്രായേൽ പിന്നത്തതിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ സിറിയ ഒരു കാരണവശാലും ഇടപെടാതിരിക്കാൻ അദ്ദേഹത്തെ സൗദി വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ തലയിലെ കെട്ടെല്ലാം മാറ്റിയിട്ട് ട്രംപ് ചായയും കൊടുത്തു. എന്നിട്ട് പാസ്റ്ററെ
സിറിയക്കെതിരെയുള്ള ഉപരോധം ട്രംപ് പിൻവലിച്ചു. അപ്പോഴാ സിറിയ ആൾക്കാർ ഡാൻസ് പാട്ടും തുടങ്ങിയത് ഫ്രീ ആയി. ഇപ്പം ഈ നമ്മൾ ഈ ടോക്ക് ഷോ ഇവിടെ പോകുമ്പോൾ 5ാമത്തെ ദിവസമാണ്. ഇതുവരെ സിറിയ ഈ കാര്യത്തിൽ ഇസ്രയേലിന് അനുകൂലമായിട്ടോ അല്ല ഇറാന് വിരോധമായിട്ടോ ഇസ്രയേലിന് വിരോധമായിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. അഡ്വാൻസ് ആയിട്ട് ട്രംപ് വായടച്ചു. രണ്ടാമത്തെ കാര്യം, ട്രംപിനറിയാം ഇസ്രയേൽ ഇറാനെ അടിക്കുമെന്ന്. അതുകൊണ്ട് ഖത്തറിൽ പോയി അവിടുത്തെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി. അപ്പോൾ ഖത്തർ ഒരു നല്ല വിമാനവും ഇപ്പം ട്രംപിന് നല്ല കൂടിയ ബോയിങ്ങിൻ്റെ ഒരു വിമാനവും അവർ അമേരിക്കയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അത് ട്രംപിന് വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ഏറ്റവും വിലപ്പെട്ട ഒരു രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അഥവാ ഇന്നത്തെ UAE-യിലും ട്രംപ് വന്നു. കൂടെ അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അറബ് ലോകത്തിൽ ഒരു പരുവത്തെ സമ്പന്നതയിലും കാര്യത്തിലും പിടിച്ചു നിൽക്കുന്ന 3 രാജ്യങ്ങളെ ട്രംപ് കൈക്കലാക്കി. 1 സൗദി, 2 ഖത്തർ, 3 UAE. പിന്നെ 2 രാജ്യങ്ങൾ ബഹ്റൈൻ, കുവൈറ്റേ ഉള്ളു. ബഹ്റൈൻ ചെറിയ രാഷ്ട്രമാ, വിഷയമല്ല. കുവൈറ്റിലാണെങ്കിൽ ഇന്നും അമേരിക്കയുടെ പിടിയുണ്ട്. കുവൈറ്റ് യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ചതുകൊണ്ട് ഇന്നും കുവൈറ്റിനകത്ത് അമേരിക്കയുടെ ഫോഴ്സ് ഉണ്ട്. ഇത് 1ാമത്തെ കാര്യം, ഇസ്രയേലിന് അടിക്കാൻ ട്രംപ് വഴിയൊരുക്കി. 2ാമത്തെ കാര്യം, ഇന്ന് ഇറാനെ സഹായിക്കാൻ ഒരു രാജ്യമുള്ളായിരുന്നു, റഷ്യ. അത് പാസ്റ്ററിനറിയാം. കഴിഞ്ഞ 3.5 വർഷമായി അവർ ഉക്രൈനോട് അടിച്ച് ഒരു പരുവമായി റഷ്യ കടക്കുക. അതൊരു ചെറിയ രാജ്യത്തോട് അവർക്ക് രക്ഷയില്ല. അതിന്റെ കാര്യം വേറെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു യഹൂദന വ്ളാഡിമിർ സെലൻസ്കി, അത് അവരാദ്യം റഷ്യ പറഞ്ഞ എന്താ, മാക്സിമം വി നീഡ് 2 months, ദ വാർ ഈസ് ഫിനിഷ്. 2 മാസം മതിയെന്ന് പറഞ്ഞതാ. ഇപ്പൊ 3 വർഷവും 3 മാസവും അല്ല 5 മാസവും കഴിഞ്ഞ് റഷ്യക്ക് തല ഊരാനും വയ്യ, റഷ്യക്ക് ഇട്ടിട്ട് പോരാനും വയ്യ. അവന് ഇസ്രയേലിന്റെ സഹായമുണ്ട്, യൂറോപ്പിന്റെ സഹായമുണ്ട്, അങ്ങനെ പോന്ന്. അത് കഴിഞ്ഞിട്ട് വേറെ ഇന്ന് പിന്നെ ഇറാനെ സഹായിക്കാൻ മറ്റൊരു രാജ്യം വരേണ്ടത്, ഇത് ചൈനയാണ്. ഈ ട്രംപ് വന്ന് ഈ സാമ്പത്തിക കയറ്റുമതി ഇറക്കുമതി വന്നപ്പോൾ ചൈനയുടെ സാധനങ്ങൾക്ക് മുഴുവൻ തീരുവ കൂട്ടിയാൽ ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരും. അതുകൊണ്ട് ഇപ്പം ട്രംപിനെ വിട്ടു. ചൈന നല്ല എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ സാമ്പത്തിക മണ്ഡലം കോർഡിനേഷൻ ഒലയുക. അപ്പോൾ അവരിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഇറാനെ എങ്ങാണ്ട് സഹായിക്കാൻ വന്നാൽ UN ഇടപെട്ട് ചൈനയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് കയറ്റുമതി ഇറക്കുമതി വന്നാൽ അവൻ്റെ കാര്യം തീർന്നു. പിന്നെ ആകെ ഇപ്പം ഇറാഖ് ഒരു കാരണവശാലും ഇറാനെ കയറി സഹായിക്കാൻ വരത്തില്ല. പിന്നെ ആകെ ഒരു തുണ എന്ന് പറയുന്നത് നിൽക്കാൻ പറ്റിയ ഒരെണ്ണം തുർക്കിയേ ഉള്ളു. തുർക്കി, വേറെ ഒരു രാജ്യവും ഇന്ന് ആർക്ക് സഹായമില്ല, ഇറാന് സഹായമില്ല. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ടൈമിങ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇവരാരും ഈ യുദ്ധത്തെ സജീവമായിട്ട് വരത്തില്ല. നമ്മൾ പുറത്ത് നിന്ന് അഭിപ്രായം പറയുന്ന പോലെ അവർ പറയും വെടിവെപ്പ് നിർത്തണം, ഇത് ശരിയല്ല, 2 രാജ്യങ്ങൾ സംയമനം പാലിക്കണം. ഒരു ചർച്ചയ്ക്ക് അവരാരും മുതിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കഴിഞ്ഞ ഇപ്പം നമ്മുടെ ടോക്ക് ഷോ നടക്കുമ്പോൾ G7 ഉച്ചകോടി നടക്കുക. G7 കാനഡയിൽ ആൽബർട്ടയിൽ അതിൻ്റെ ഉച്ചകോടി നടക്കുന്നത്. ഈ ആൽബർട്ടോ ഉച്ചകോടി നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. G7 എന്ന് പറഞ്ഞാൽ പാസ്റ്റേ സമ്പന്ന രാഷ്ട്രങ്ങളാണ്. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, 4 ജർമ്മനി, 5 ഇറ്റലി, ഇങ്ങനെയുള്ള 7 രാജ്യങ്ങളാണ്. കാനഡയാണ് ഈ സമ്പന്ന രാജ്യങ്ങളാണ്. അതിനകത്ത് ട്രംപിനെ ഉപദേഷ്ടാവെന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു. സൈപ്രസിൽ നിന്നാണ് പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രി. അവിടെ കാൽഗറി ചെന്ന് അദ്ദേഹം വിമാനം ഇറങ്ങുന്നത്. പക്ഷേ നമ്മുടെ ടോക്ക് ഷോ നടക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ അവരൊരു ഇത് കൊണ്ടുവന്ന് ഒരു വെടിനിർത്തൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ട്രംപ് അതിൽ ഒപ്പിട്ടിട്ടുമില്ല. ട്രംപ് അവിടുന്ന് ഇറങ്ങി യാത്രയായി. ഈ യാത്ര അതിൻ്റെ പ്രത്യേകത വളരെ ട്രംപ് വ്യക്തമായിട്ട് കളിക്കുന്നതാണ്. വെച്ചാൽ അമേരിക്ക എപ്പോഴും ഡബിൾ പ്ലേയാണ്. അമേരിക്ക ഒരിക്കലും സ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ ചാനലുകാർക്കും ബാക്കി എല്ലാവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിനകത്ത് വളരെ വിലയേറിയ ജീവനുകൾ നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ആദ്യം പാകിസ്ഥാനെ ആക്രമിച്ചു തുടങ്ങി. പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ആദ്യം റഫാൽ വിമാനങ്ങളാണ് പോയത്. അതിൽ 1 or 2 വെടിവെച്ചിട്ടെന്ന് പറയുന്നു. അതിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. പാകിസ്ഥാൻ ഒട്ട് സ്ഥിര കാര്യവും പറഞ്ഞില്ല. പാകിസ്ഥാന്റെ മീഡിയ മൊത്തം പറഞ്ഞ് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ആക്രമിച്ച് അനേകം പേരെ കൊന്നെന്ന്. ഇവിടെ ഒരു മനുഷ്യരും മരിച്ചിട്ടില്ല. നമുക്കറിയാവുന്നതാ 1 or 2 ഗ്രാമത്തിലെങ്ങാണ്ട് ഷെല്ല് വീണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവർ പറയുന്നത് മൊത്തം തെറ്റാ. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആക്രമണത്തിൻ്റെ ശൈലി മാറ്റി. അവിടെയാണ് വിഷയം ഉണ്ടായത്. ഇന്ത്യ ആക്രമണത്തിൻ്റെ ശൈലി മാറ്റിയെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രോൺ ഇന്ത്യയിലുണ്ട്. ആ ഡ്രോൺ, ആ ഹേരാദ എന്ന് പറയുന്ന ഡ്രോൺ, അത് ഇന്ത്യയുടെ ഉണ്ടായിരുന്നു. ഇത് പാകിസ്ഥാനിലെ റാവൽപിണ്ടി, കറാച്ചി, ഇസ്ലാമാബാദ്, യഹൂദൻ്റെയാണ്. ഇസ്രയേലിൻ്റെ വെപ്പൺ, മോസ്റ്റ് പവർ വെപ്പണാണ്. അതങ്ങോട്ട് അയച്ചു.
അപ്പോഴാണ് പാകിസ്ഥാനിൽ വലിയ വിഷയം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വേറെ നിർണായകമായൊരു സംഭവമുണ്ട്. ഇന്ന് ഇന്ത്യ ഇസ്രയേലായിട്ട് ഒരു വളരെ വലിയൊരു മിസൈൽ ഇരിപ്പുണ്ട്. ഇതാണ്ട് ഇതിൻ്റെ പേരാ ബരാക്കെട്ട് എന്ന് പറയുന്നത്. ഇതാണ്ട് ഇന്ത്യ ഇസ്രയേൽ മിസൈൽ. ഈ ഇന്ത്യ ഇസ്രയേൽ മിസൈൽ പാകിസ്ഥാനിലേക്ക് അയച്ചു തുടങ്ങി. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ ചക്കാല എയർബേസ് പലതും കത്താൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പല ചാനലുകളും വെളിപ്പെടുത്താത്തൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്. പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആണവായുധം പലതും അമേരിക്കയുടെ. അപ്പൊ ഇസ്രയേലിന്റെ ബരാക്ക് മിസൈലാണ് ഇന്ത്യയുടെ ഇരിക്കുന്നത്. ഇത് ഉന്നം തെറ്റാതെ പോകുന്ന മിസൈലാണ്. അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഇന്നത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നിരിക്കുന്ന ആണവായുധമെല്ലാം ഈ പോക്കി കത്തിത്തീരും. പാഷ പിടി കിട്ടിയോ? ഇത് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിന്റെ മിസൈലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇന്ത്യക്ക് അറിയാമോ എവിടെ ആണവായുധം ഇരിക്കുന്നത്? പ്ലാന്റ് വഴിയാ. അപ്പൊ ഇത് അമേരിക്ക ഒരു സേഫ് സോണായിട്ട്, അമേരിക്കയുടെ ആയുധങ്ങളൊന്നും ഇസ്രായേലിലില്ല. അമേരിക്ക ഇന്ത്യ ആയിട്ടൊക്കെ ഏറ്റവും ദൂരം കിടക്കുന്ന ഏകദേശം 15-18 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പോകുന്ന. അപ്പം ആദ്യം സിയാഉൾ ഹക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ കാലം തൊട്ട് വളരെ കാര്യങ്ങൾ അമേരിക്കയുടെ ആണവായുധം രഹസ്യമായിട്ട് പാകിസ്ഥാനിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഒരു സംഘടന നടന്നു കഴിഞ്ഞാൽ അവർക്കടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി ആണവായുധമുണ്ട്. ആ ആണവായുധ പെരകൾക്കകത്ത് ഒരു പക്ഷേ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാവുമെന്ന് അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോട് വിളിച്ചു പറഞ്ഞു. അന്ന് വൈകിട്ട് ട്രംപ് യുദ്ധം നിർത്തിച്ച്. പാസിന് പിടി കിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ചാനലുകാരെല്ലാം പറഞ്ഞ് പാകിസ്ഥാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അല്ല, അമേരിക്കയുടെ ട്രംപ് ആ സെക്കൻഡ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു യുദ്ധം ഇപ്പൊ നിർത്തണമെന്ന്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ട്രംപ് പറഞ്ഞാണ്ടോ, ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതുപോലെ ശ്രദ്ധിക്കണം, ഇറാന്റെ ഇസ്രായേലിന്റെ യുദ്ധം ഞാൻ നിർത്തുവന്നു. അപ്പൊ നമ്മുടെ മീഡിയയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞു നിർത്തിയാന്ന്. ഇന്ത്യ യുദ്ധം നിർത്താനും അല്ല പോയത്. ഇന്ത്യ ഈ അടി പോയാൽ വലിയ വിഷയം ഉണ്ടാവും. പിന്നെ പാകിസ്ഥാൻ ഒരു കാര്യം അമേരിക്കയോട് പറഞ്ഞു. പാകിസ്ഥാൻ 21 കോടി ജനമേ ഉള്ളു, നമ്മുടെ രാജ്യം 145 കോടി ജനമാണ്. അപ്പോൾ ഒരു ആക്രമണത്തിന് പോയി കഴിഞ്ഞാൽ അവരിൽ ആണവായുധമുണ്ട്. ഗതി കെട്ടാൽ മനുഷ്യൻ ഏതും പ്രയോഗിക്കും. അങ്ങനെ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ ഒരു 3-4 സ്റ്റേറ്റ് പാകിസ്ഥാനുമായിട്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, അതിനോടപ്പുറത്ത് പഞ്ചാബുണ്ട്, കാശ്മീറുണ്ട്. ഇവിടെ കാണും വല്ല ആണവ വികീരണം ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് നാശവും ഉണ്ടാവും. അവർ 21 കോടിയേ ഉള്ളു. ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയെ ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കൊരു വെടിവെപ്പിന് പോകുന്നതിൽ നല്ലത് ഇവിടെ വെച്ച് നമുക്കൊരു തീർപ്പുണ്ടാക്കാം. അങ്ങനാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അജിത് ഡോവൽ, മാർക്ക് റൂബിയോ, അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ട് അന്ന് വൈകിട്ട് വെടി നിർത്തി പാസ്റ്ററെ. പിന്നെ ഒരു ചലനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഒന്നും നടക്കുന്നില്ല. എന്താ വെച്ചാൽ അമേരിക്ക അവിടെ കൊണ്ട് വെടിനിർത്തൽ നടത്തിക്കൊണ്ടിരുന്നതാ. അത്രയും ക്ലിയറായിട്ട് കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഈ ആക്രമണം ഇതെല്ലാം പ്ലാൻ ചെയ്ത അത്. പിന്നെ പല മാധ്യമങ്ങളും ദിവസങ്ങളിൽ ഈ ട്രംപ് അറബ് രാജ്യങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്ക് പല മാധ്യമങ്ങളും വാർത്ത എഴുതി. ട്രംപ് ഇസ്രായേലിനെ കൈവിടുന്നു, എലോൺ മസ്കും ട്രംപുമായിട്ട് വിഷയമുണ്ട്. ഈ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളിൽ കാണുന്നവർക്ക് ഒരു കാര്യമുണ്ട്, അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം നിലനിൽക്കുന്നതിന്റെ പിൻപിൽ അതിന്റെ ശക്തമായ കരം പാസ്റ്റർ യഹൂദന്റെതാ. തീർച്ചയായിട്ടും ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പ്രതീക്ഷിക്കുന്നതിലുപരി വോട്ട് അവിടെ കിട്ടിയത് യഹൂദന്റെ വോട്ടാ. അതിനെ ചുക്കാൻ വലിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ആക്രമണം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് സകല വിവരങ്ങളും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇറാൻ ഒരു പ്രകോപനം നടത്തിയതാ. അമേരിക്കനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ അമേരിക്കനെയും കൂടി ഇതിൽ ഇടപെടുത്തു കഴിഞ്ഞാൽ ഇത് അറബ് ലോകത്തൊരു യുദ്ധമാവും. പാസ്റ്റർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇറാൻ ഒരു പൊടിക്കൈ എന്ന് പ്രയോഗിച്ചു, ഞങ്ങൾ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുമെന്ന്. 2 ദിവസം മുമ്പ് പാസ്റ്റർ ശ്രദ്ധിക്കണം, അമേരിക്കയുടെ പിന്നെ ബേസ് ഇപ്പോഴെവിടെ ഉണ്ടെന്നറിയാമോ? ഇറാഖിലുണ്ട്. പഴയത് 2500 പേര്. ബഹ്റിനിൽ അമേരിക്കയുടെ നേവൽ ഫ്ലീറ്റ് ഉണ്ട്. ഖത്തറിൽ ഖുദ്ഖുദ് എയർബേസ് ഉണ്ട്. സൗദിയിൽ അമേരിക്കയുടെ ഡിഫൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കുവൈറ്റിലും ഉണ്ട്.
അതിനോടൊപ്പം തന്നെ UAE-യിലും ഉണ്ട്. അതെ. അപ്പം ഇതെല്ലാം ഇറാൻ്റെ അടുത്ത സ്ഥലങ്ങളാണ്. അതെ. അപ്പം ഈ അമേരിക്ക ഇതിൽ ഇടപെട്ടാൽ ഞങ്ങൾ ഇവിടെ ആക്രമിക്കും. അപ്പം ഈ പ്രകോപനത്തിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു മിസൈൽ ഏതെങ്കിലും കപ്പലിൽ നിന്നോ, ഇപ്പം 2 കപ്പൽ, കാൾ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു കപ്പലാണ് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന യുദ്ധക്കപ്പൽ. അത് കഴിഞ്ഞിട്ട് വിയറ്റ്നാമിൽ പോയ മിസ്റ്ററസ് എന്ന് പറഞ്ഞൊരു സീരീസിൽ ഒരു കപ്പലിനെ ഇപ്പം തിരിച്ച് പശ്ചിമേഷ്യയിലോട്ട് വിളിച്ചിട്ടുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു മിസൈൽ ഇറാനകത്ത് വീണാൽ അന്ന് ഇവർ നയം മാറ്റും. നയം മാറ്റും എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അറബ് ലോകത്ത് അമേരിക്കക്കെതിരെയുള്ള വികാരം വലുതാകും. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞ ഞങ്ങൾ ഈ ആക്രമണത്തിനകത്ത് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളുടെ സൈന്യം അവിടെ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇസ്രയേലിന് ഏതെങ്കിലും ഒരു അത്യാഹിത ഘട്ടം വന്നാൽ എക്കാലത്തും അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം കാനഡ G7 ഉച്ചകോടി നടക്കുക. G7 ഉച്ചകോടി നടക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ഒരുപാട് പേര് വിചാരിച്ചൊരു കാര്യമുണ്ട്. അവിടെ വെച്ച് ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഫോൺ ചെയ്താൽ പാസ്റ്റർ ഇന്ന് ഇസ്രയേൽ ഇറാൻ വിഷയം തീരും. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞ എന്തുവെന്നറിയാം, ഇസ്രയേലിന് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട കടമയുണ്ട്. അതുകൊണ്ട് ഇറാൻ അവർക്കൊരു ഭീഷണിയാണ്. അതുകൊണ്ട് അവർ നിലനിൽപ്പിന് വേണ്ടിയാ ചെയ്യുന്നത്. അപ്പൊ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിന് സപ്പോർട്ടാ, അമേരിക്ക ഇസ്രയേലിന് സപ്പോർട്ടാ, റഷ്യ ഒരു പരിവത്തി അടിച്ചു നിൽക്കുക, ചൈനയാണ് ഇന്നത്തെ വിപണി തകർന്നു കിടക്കുക. പിന്നെ അതുകൊണ്ട് ഒരു പ്രത്യാക്രമണത്തിന് മറ്റ് രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാനില്ല. പിന്നെ ഇതിനകത്തൊരു പോംവഴി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട് ഞങ്ങളൊരു തീമിലേക്കാണ് പോകുന്നത്, അത് ആർക്കും അറിയത്തില്ല. അതിനാസ്പദമായി ഇപ്പം ഈ ദിവസങ്ങളിൽ നടന്ന അറ്റാക്കിനകത്ത് ആദ്യം ചെയ്തതല്ല 7, പിന്നെ ഇറാനിലിപ്പം ലീഡേഴ്സ് ഇല്ല. ജൂൺ 13 അവർ ആക്രമണത്തിൽ വരുമ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ ലീഡറാണ് അലീഫ് ഷംഖാനി. അദ്ദേഹമാണ് ഇറാൻ്റെ ആണവ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹത്തെ ആയത്തുള്ള ഖൊമൈനിയുടെ ഒരു വലങ്കൈയായിരുന്നു. അദ്ദേഹത്തെ അവർ അന്ന് രാത്രി തന്നെ മൊസാദ് ഡ്രോൺ വഴി കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് മേജർ ജനറൽ മുഹമ്മദ് ബാക്കിരി, അവരുടെ സൈന്യത്തിൻ്റെ നേതാവ്, ടോപ്പ് നേതാവ്. അത് കഴിഞ്ഞ് ഹുസൈൻ സലാമി, അത് കഴിഞ്ഞ് അലീം ഹാസി സാദ, അത് കഴിഞ്ഞ് അലി റാഷിദ്, അത് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെ ശാസ്ത്രജ്ഞൻ ഏറ്റവും ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ അഹമ്മദ് അഹിദി, അത് കഴിഞ്ഞ് ഹാറൂൺ അബ്ബാനി. ഇവരായിരുന്നു പാസ്റ്റർ ഇറാൻ്റെ സർവ്വ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇവർ വകവരുത്തി. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഒക്ടോബർ 7 ഞാൻ സൂചിപ്പിച്ചല്ലേ, ഈ ഇസ്രയേലിനെതിരെ ആക്രമണം വന്നപ്പോൾ തന്നെ അവർക്കറിയാം ഇതിൻ്റെ പിൻപിൽ ഇറാനാണ്. അന്ന് മുതൽ മൊസാദ് എവിടത്തേക്ക് തമ്പടിച്ചെന്നറിയാമോ? ഇറാന് വേണ്ടി കാര്യം നിർത്തി. അത് കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങൾ ഒരു നല്ല വാർത്ത പറയുന്നുണ്ട്. നാളുകൾക്ക് മുമ്പ് ഈ മൊസാദ് അവിടെ വാടക വീട് എടുത്തിട്ടുണ്ട്. അവരുടെ ചാരന്മാര്, അത് യഹൂദരല്ല, മൊസാദിനകത്ത് അനവധി പേരുണ്ട്, രാജ്യക്കാർ, മലയാളികൾ ഇവരുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവരവിടെ വാടക വീട് എടുത്തിട്ട് നമ്മൾ ഈ കാർഗോ വഴി മൊബൈലിന്റെ പാർട്സുകൾ കൊണ്ടുവന്ന പോലെ ഡ്രോണുകൾ പാർട്ട് ബൈ പാർട്ടായിട്ട് മൊസാദ് അവിടെ കടത്തിയെന്ന് പറഞ്ഞു. ഈ മൊസാദ് കടത്തിയ അന്ന് രാത്രി 100 മുതൽ 200 പ്ലെയിൻ അവിടെ ആക്രമിക്കുമ്പോൾ ഈ ഡ്രോൺ വഴിയാണ് ഇവരെ കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ എയർ അറ്റാക്ക് അല്ല, ഇവരെ മുഴുവൻ കൊല്ലുന്നത് ഡ്രോൺ വഴിയാ. 2 ഓപ്പറേഷനാണ്, സ്ട്രിങ് ഓപ്പറേഷൻ. 1 എയർ അറ്റാക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രോൺ വഴി ഇറാൻ്റെ മുഴുവൻ മേജർ ജനറൽ, അതുപോലെ തന്നെ ആണവം, അതുപോലെ ഊർജ്ജതന്ത്രം, ഇതിലുള്ളവരെല്ലാം കൊന്ന്. ഇനി നമ്മളിപ്പോൾ ടോക്ക് ഷോ ചെയ്യുമ്പം ഇറാനിൽ ബലപ്പെട്ട 2 ജീവനേ ഉള്ളൂ. ഒന്ന് അവരുടെ മത നേതാവ് ആയത്തുള്ള ഖൊമൈനി. ഇപ്പം ഈ ടോക്ക് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പം കഴിഞ്ഞ ദിവസം പറയുന്നു അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലാണ്, ബങ്കറിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇറാനിലെ പ്രസിഡന്റിന് നമുക്ക് അദ്ദേഹം ഒരു മിതവാദിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മസൂദ് പെഷക്കിയാൻ എന്നാ. പക്ഷെ അദ്ദേഹത്തിന് അവിടെ അധികാരമില്ല, പാവ പ്രസിഡന്റാ. ഈ മതത്തിൻ്റെ മേലുള്ള അധികാരം അദ്ദേഹത്തെ ഇപ്പം അവർ ബങ്കറിലാക്കിയെന്ന്. ഇതിൻ്റെ പിന്നിൽ ഇസ്രയേൽ ഒരുപാട് കളിക്കുന്നുണ്ട്. പുറത്ത് പോയ ഷാ ഭരണകൂടമുണ്ട്. ഷാ ഭരണത്തിൻ്റെ ഷായുടെ മകനെ ഇപ്പം ഇസ്രയേൽ പറയുന്നുണ്ട് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടാൽ ഈ ഇദ്ദേഹത്തെ അവിടുത്തെ നേതാവാക്കാന്ന്. അതുകൊണ്ടാണ് ഒരു വിമത ഗ്രൂപ്പ് ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഇറാൻ്റെ
ആയത്തുള്ള കൊമേനിയൊക്കെ പറയുന്നത് നമ്മൾ ഈ സമയത്ത് വിഘടിച്ച് നിൽക്കരുത്, ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ്, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രം സഹോദരിമാർക്ക് കിട്ടുമെന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെ ചങ്ങലയ്ക്കകത്ത് കിടക്കാതെ, നിങ്ങൾക്ക് ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്ക് നിൽക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു രാഷ്ട്രം കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുക. പക്ഷേ ഇതൊരു പ്ലാൻഡ് അറ്റാക്ക്, ഒറ്റ രാത്രി ചെയ്തതല്ല. 200 വിമാനം കയറിയപ്പോൾ അവരുടെ എയർ സർഫേസ് മുഴുവൻ ഇസ്രയേൽ കൈക്കലാക്കി. അതാ അവർ പറയുന്ന ടെഹ്റാനിൽ മുഴുവൻ ഞങ്ങളുടെ വിമാനം പോയാൽ ഒരു കുഴപ്പമില്ല. കാര്യം ഈ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്, അതുപോലെ ഏവിയേഷൻ സിസ്റ്റം മുഴുവൻ സൈബർ അറ്റാക്ക് വഴി അവർ തീർത്ത്. അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ പൊങ്ങാത്തത്. ഒരു കാര്യം പാസ്റ്റർ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ ഒരാക്രമണം ഉണ്ടായാൽ, പലരും പറയുന്നതല്ല, ഇസ്രായേലും ഇറാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള വേരിയേഷൻ പലർക്കും അറിയത്തില്ല. ഇറാൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,60,00,000. ഇസ്രയേലിൻ്റെ വെറും 94 ലക്ഷമാണ്. ഇതാ രണ്ട്. ഇറാൻ്റെ ചതുരശ്ര കിലോമീറ്റർ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, ഗ്രാമങ്ങളും പട്ടണങ്ങളും. ആ 16 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൻ്റെ എന്ന് പറഞ്ഞാൽ 22,000 കിലോമീറ്റർ ഉള്ള ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. സേനാബലം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ലക്ഷം സൈനികർ ഫുൾ ടൈം ആരയിലുണ്ട്, ഇറാൻ്റെയിലുണ്ട്. അതുകൊണ്ട് റിസർവ് സൈനികർ വേറെയും 2 ലക്ഷം ഉണ്ട്. ഇസ്രായേലിൻ്റെ ആകെ 1.25 ലക്ഷം സൈനികരേ ഉള്ളൂ 94 ലക്ഷത്തിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായിട്ട് ഈ ഇസ്രയേലിൻ്റെ വ്യോമശക്തിയാണ് അവരുടെ ഏറ്റവും വലുത്. അത് 611 വിമാനം ഇസ്രയേലിനുണ്ട്. അതിനകത്ത് ഇന്ന് ലോകത്തിൽ ഏറ്റവും അറ്റാക്ക് ചെയ്യാൻ പറ്റിയത് F-15, F-16, F-35. ഇതിൻ്റെ ഒരു 300-ൽ പരം ഫൈറ്ററാണ് ഇസ്രയേലിലുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ 145 കോടി ജനമുള്ള രാഷ്ട്രം. ഇന്ത്യ എപ്പോഴും പറയുന്ന 500-ൽ പരം ഫൈറ്റർ എന്ന്, നമുക്കത് എന്തോ ആക്യുറേറ്റ് ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു 3-4 ജില്ല വലിപ്പവും ഒരു 93 ലക്ഷം ജനമുള്ള ഒരു കൊച്ചു രാജ്യത്തിന് ഏകദേശം 611 ഫൈറ്റർ, ട്രാൻസ്പോർട്ട് വിമാനം കൂടാതെ 125 ഏത് സ്ഥലത്തും പോയി ആക്രമിക്കുന്ന ഹെലികോപ്റ്റർ, അത് ഇത്രയുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഇസ്രയേൽ നേരത്തെ കണക്ക് കൊടുത്താൽ ഇപ്പം അവർ പറയുന്നത് 82 വാർഷിപ്പ് ഉണ്ടെന്ന്, 82 കപ്പലുണ്ടെന്ന്. അതിൽ ആക്രമണം തുടങ്ങിയിട്ടില്ല, ഒറ്റ ആക്രമണം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഡ്രോണുകൾ കണ്ടമാനം ഇസ്രയേലിലുണ്ട്. ഇസ്രയേലിൽ എപ്പോഴും വിജയം. ലോകത്തിലെ 4ാമത്തെ വ്യോമസേനയുടെ ശക്തി ഇസ്രയേലാണ്. ഏത് രാജ്യത്തും പോയി അറ്റാക്ക് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ ഏകദേശം 600-ൽ പരം യുദ്ധവിമാനമുണ്ട്, കപ്പൽ വേറെയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇറാൻ ഏറ്റവും വലിയ ഫെയിലിയർ പറ്റിയെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു വിമാനം പോലും പാസ്റ്ററെ ഇസ്രയേലിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രയേലിൽ വരാൻ പറ്റിയില്ല. പിന്നെ ഇറാൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് 3 ടൈപ്പ് മിസൈൽ അവരിലുണ്ട്. ഒന്ന് ഷഹാബ് ഉണ്ട്, അത് കഴിഞ്ഞ് ഫത്ത മിസൈൽ എന്ന് പറയുന്നുണ്ട്, പിന്നെ ബാലിസ്റ്റിക് ഉണ്ട്. ഈ 3 മിസൈലാണ് ഇറാൻ്റെ വിജയം. അതുകൊണ്ട് അവർ ടെല്ലവീവി അടിച്ചത്. അവർ പറയുന്ന 2000 മിസൈൽ ഉണ്ടെന്ന്. ഒരു ദിവസം 200 മിസൈൽ വെച്ച് അടിച്ചാൽ 10 ദിവസം കൊണ്ട് മിസൈൽ തീരും. പിന്നെ ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികൾ നല്ലൊരു ശതമാനം വ്യോമസേനയിൽ അറ്റാക്കിന് പോകുന്നതാണ്. അത് കണ്ടിട്ടാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഈ നടന്നപ്പോൾ പാകിസ്ഥാന് 2 നമ്മുടെ പൈലറ്റുമാർ പോയി പാകിസ്ഥാനെ തകർത്തിട്ട് വന്ന ഒരു വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടായിരുന്നു. അവർ മോഡി ചെയ്തത് ഇസ്രയേലിലെ ഫൈറ്ററുകൾ പറപ്പിക്കുന്നത് പെൺകുട്ടികളാണ്, കൃത്യസ്ഥലത്ത് അറ്റാക്ക് ചെയ്ത് വരുന്നത്. അതൊരു മാതൃകയായിട്ട് തിരഞ്ഞെടുത്തതാണ്. 200 വിമാനം അന്ന് രാത്രി കയറിയപ്പോൾ അത് ഓടിച്ചിരുന്നത് പലരും ജൂത പെൺകുട്ടികളാണെന്നാണ് ഇപ്പോൾ BBC ഒക്കെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം അവർക്ക് ഇതുണ്ട്. അത് മാത്രമല്ല 1892 കിലോമീറ്റർ പാസ്റ്ററെ ഈ ഇസ്രയേലിൽ നിന്ന് ടെല്ലവീവിൽ നിന്ന് എവിടെ ഇറാനി വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 രാജ്യത്തിൻ്റെ ബോർഡറിൽ കൂടെ കയറി വരണം. 1 ജോർദാൻ, 2 ഇറാഖ്. ഇതിലേ കൂടെ കയറി വന്നാൽ അടിക്കുന്നത്. ഇവർക്ക് 2 എയർബേസാണ് ഏറ്റവും വലുത്. ഒന്ന് ഡിമോണ എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ട് ഇസ്രയേലിൻ്റെ വ്യോമസേനയുടെ. അതുപോലെ തന്നെ നെഗോ, അവിടെ 2 സ്ഥലത്തായിട്ടാണ് ഉള്ളത് ഈ വിമാനങ്ങൾ. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ വ്യോമശക്തി ഇസ്രയേലിൻ്റെ ഭയങ്കരമാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിന് വന്ന് അടിച്ചിട്ട് പോകാനുള്ള കാര്യമില്ല. പക്ഷേ മൊസാദ് ഈ പ്ലാൻഡ് ഓപ്പറേഷൻ നാളുകൾക്ക് മുമ്പ് ചെയ്തതാണ്. ടോപ്പ് മിലിറ്റൻ്റ് ലീഡേഴ്സ് ഇറാൻ്റെ പിന്നെ ഭൂപടം മൊത്തം അവർ കൈക്കലാക്കി എവിടൊക്കെ അവർ ഡ്രോൺ വഴി അറ്റാക്ക് ചെയ്യാം അതെല്ലാം ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞ്
ഇന്നും അവർ ഇസ്രയേൽ പറയുന്ന ഇറാൻ്റെ വ്യോമപാത മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്. എയർ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ എയർ സംവിധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിലുള്ള എയർ സർക്കുലേഷൻ്റെ സംവിധാനം മുഴുവൻ ടെഹ്റാൻ്റെ അവർ തീർത്ത് കളഞ്ഞു. ഇസ്രയേൽ തീർത്ത് കളഞ്ഞു. അതാണ് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ വിജയം. 2 നാളുകൾക്ക് മുമ്പ് ഡ്രോൺ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പാസ്റ്റർ ഈ ഇസ്രയേൽ നമ്മുടെ അഹമ്മദാബാദ് ഈ പ്ലെയിൻ തകർന്ന് നമ്മൾ ദുഃഖത്തിൽ നിൽക്കുമ്പോഴും അന്ന് ഈ അടി നടക്കുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇസ്രയേൽ വിളിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി 1 ട്രംപിനെ വിളിച്ചു, 2 ഇന്ത്യയുടെ മോഡി സാറിനെ വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് 3 പേരെ വിളിച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാമത്തെ വലിയ ശക്തി ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കയാണ്. 2 യൂറോപ്പിൻ്റെ മെയിൻ കണ്ടന്റ് ഫ്രാൻസാ. ബ്രിട്ടൻ ഇപ്പോൾ ഒത്തിരി മാറി നിൽക്കുക. അപ്പോൾ ഈ ഫ്രാൻസിനെയും കൂടെ ഇത് അറിയിച്ചു. 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. ഏത് ആപത്ഘട്ടത്തിലും ഇസ്രയേൽ ഉപകരിക്കുന്ന ഇന്ത്യ. കഴിഞ്ഞ ദിവസം തന്നെ ഹമാസുമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് ഓപ്പണായിട്ട് പറയണം. അത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് വലിയ വിഷയം ഉണ്ടാക്കിയതാ. ഇന്ത്യ കപ്പലിനകത്ത് ഇസ്രയേലിന് ആയുധം, ഇസ്രയേൽ ഇങ്ങോട്ട് കൊടുത്ത ആയുധം തിരിച്ചു കൊടുത്തു. അതൊരു വലിയ വിഷയമാണ്. ചെന്നൈയിൽ നിന്ന് 3 കപ്പൽ ആയുധം പോയെന്ന് പറഞ്ഞ് പാർലമെന്റ് ഭയങ്കര ബഹളമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു വിഷയം, ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. ഈ ടെഹ്റാനിൽ ഇസ്രയേലിൽ നിന്ന് വന്നിട്ട് ഒരു പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവരുടെ വിമാനത്തിനൊരു തടസ്സമോ ഒരു യാത്രയോ ശരിയല്ലെങ്കിൽ അവർക്ക് പിന്നെ പാകിസ്ഥാനിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അഫ്ഗാനിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു പക്ഷേ ഇറാഖിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതെല്ലാം അറബ് രാഷ്ട്രങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്കൊന്ന് അത്യാവശ്യമായിട്ട് വന്നിറങ്ങണമെങ്കിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ. പാഷനെ പിടി കിട്ടിയോ? അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് ഇറാന്റെ ബോർഡറുണ്ട്. അതിൻ്റെ അറേബ്യൻ കടലിടുക്ക് കൂടെ വന്നു കയറിയാൽ കാശ്മീരിലോ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഗുജറാത്തിലോ ഒക്കെ വന്ന് ഇറങ്ങാം. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു? ബെഞ്ചമിൻ്റെ തന്നെ ഞങ്ങളൊരു യുദ്ധത്തിലേക്ക് പോവുക. അന്നേരം ഇന്ത്യ പറഞ്ഞു നിങ്ങൾ സമാധാനം പാലിക്കണം. ഇതിനകത്ത് 2 പക്ഷത്തും ഇന്ത്യ നിന്നേ പറ്റൂ. എന്താ വെച്ചാൽ അദാനി വഴി ഹൈഫ പോർട്ടിനകത്ത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 2 ചാമ്പഹാർ എന്ന് പറയുന്ന ഇറാന്റെ തുറമുഖമുണ്ട്. അവരെ പണമില്ലാഞ്ഞുകൊണ്ട് ഇന്ത്യ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചരക്ക് നീക്കത്തിന്, ഇന്ത്യയുടെ ഒരു ചരക്ക് നീക്കത്തിന് ഒരു ഇടനാഴി വേണം. ഒരു ബസ് ഓടുമ്പോൾ ഇടയ്ക്കൊന്ന് നിർത്താൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പോർട്ടുകൾ, വിഴിഞ്ഞുണ്ട്, തൂത്തുക്കുടിയുണ്ട്, അങ്ങനെ ബോംബെ ഉണ്ട്, നവി മുംബൈ. ഈ പോർട്ടിൽ നിന്ന് പോകുന്ന ഒരു ഷിപ്പിന് താൽക്കാലികമായിട്ട് ഒന്ന് തങ്ങണം, കാര്യം ചെയ്യണമെങ്കിൽ പറ്റിയ സ്ഥലം ഇറാനാണ്. ആ ഇറാൻ വഴി പിന്നെ ഹോർമൂസ് കടലിടുക്ക് വഴി യൂറോപ്പിലേക്കോ എവിടെ പോകാം. അതുകൊണ്ടാണ് ഇന്ത്യ കൊണ്ടുപോയി ചാമ്പഹാറിനകത്ത് ഇത്രയും പണം മുടക്കിയത്. അതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ പലരും പറയുന്നത് 2 പേരോട് ചേർന്ന് നിൽക്കുന്നത് ഇന്ത്യ. എന്താ വെച്ചാൽ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയരുത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ് നിങ്ങൾ സമാധാനം പാലിക്കണമെന്നാണ്. ഇതിനൊരു മറുകാര്യം കൂടെ പറഞ്ഞു തരാം. പാസ്റ്റർ മനസ്സിലാക്കണം. ഈ ഇസ്രായേലിന്റെ ഫൈറ്റർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഇന്ധനം അടിക്കാൻ, എന്താ വെച്ചാൽ ഓരോ ഫൈറ്ററിനും ഇത്ര ഇതുണ്ട്, ഇന്ധനം അടിക്കാൻ ചിലപ്പോൾ ഇസ്രായേലിലോട്ട് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ബോംബെയിൽ വന്ന് അടിക്കാം. ബോംബെയിൽ എല്ലാ ഇന്ധനവും കിട്ടും. കുവൈറ്റ് ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കയുടെ വിമാനം കപ്പലിൽ നിന്നാണ് പോയി അടിച്ചുകൊണ്ടിരുന്നത്. എവിടാ? ഈ ഇറാഖിനെ അടിച്ചത്. അപ്പൊ ചില സമയത്ത് കപ്പലിൽ വന്നവർക്ക് എണ്ണ നിറയ്ക്കാൻ പറ്റത്തില്ല. അന്നേരം ഇറാഖിൽ ആക്രമണം നടത്തിയിട്ട് ബോംബെ വന്ന് എണ്ണ നിറച്ചു പോയ ചരിത്രമുണ്ട്. അതുകൊണ്ട് മറ്റൊരു അറബ് രാജ്യത്ത് ഇസ്രായേലിലെ പ്ലെയിൻ ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മോഡി സാറിനോട് സഹായം ചോദിച്ച് ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വന്നാൽ ഹമാസിന് ആയുധം കൊടുത്തതുപോലെ നിങ്ങൾ ഞങ്ങൾക്കൊരു ഷെൽട്ടർ തരണം. അതുകൊണ്ടാണ് ഇവരെ 3 പേരെ മാത്രം പാസ്റ്റർ ശ്രദ്ധിച്ച് കാണും, ട്രംപ്, ഫ്രാൻസ്, ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ സമാധാനം വേണമെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ കാനഡ ഉച്ചകോടിയിൽ ഒന്നും ആയിട്ടില്ല. ഇതിനകത്ത് ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് പാസ്റ്ററെ, ഇനിയിപ്പം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരാണവ കേന്ദ്രം തകർത്ത് നാതൻസ്. അത് കഴിഞ്ഞ് ഇറാൻ്റെ ടെലിവിഷൻ, ഔദ്യോഗിക ടെലിവിഷൻ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറാനുകാർക്ക് വാർത്ത കൊടുക്കുന്ന ടെലിവിഷൻ അവർ തീർത്തു, റേഡിയോനെ അവർ തീർത്തു, മേജർ എല്ലാവരെയും തീർത്തു. ഇനി അവരുടെ മുൻപിൽ 3 ബോംബടികളാണ്. നമുക്കത് പറഞ്ഞേ മതിയാവും. ഇനി അടുത്തത് ഫോർദോ എന്ന് പറയുന്ന ഒരാണവ നിലയം അരാദ് പർവ്വതത്തിനോട് ചേർന്ന് ഭൂഗർഭത്തിനകത്ത് യുറേനിയം ഉണ്ട്. അത് തകർക്കണമെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് മാത്രം പറ്റിയല്ല. അത് തകർക്കണമെങ്കിൽ ഈ ആരെ കൊണ്ട് വേണം? അമേരിക്കയുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് അമേരിക്ക ഇത് ഇടപെടണമെന്ന് പറയുന്നത്. അമേരിക്ക ഇതുവരെ ആ ബങ്കറിനകത്തുള്ളത് തകർക്കാനൊന്നും അമേരിക്ക സമ്മതിച്ചിട്ടില്ല. പിന്നെ 2, അവർ ചില നേതാക്കളെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ. ആ നേതാക്കളെ തീർക്കുവാന്നേ കാര്യം ശരിയാവും. അതുകൊണ്ടാണ് പറഞ്ഞ്
നിങ്ങൾക്ക് നല്ലൊരു കാലം വരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനോട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇന്ന് ഏത് ഗവൺമെൻറ് ആയാലും അവരെ കൊണ്ട് IAEA പിന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് ഏജൻസി ആയിട്ട് ആണവ കരാർ ഒപ്പിടണം. ഇതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ് ഇറാനിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഈ ടെഹ്റാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിട്ടുപോകണം, നിങ്ങൾ വിട്ടുപോകണം, നിങ്ങൾ വിട്ടുപോകണം. കൊല്ലാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും സകലത്തെയും തീർക്കാൻ. സിവിലിയൻസിനോട് പറഞ്ഞ് നിങ്ങൾ മാറിപ്പോകണം, ടെഹ്റാൻ വിട്ടുപോകണം, ടെഹ്റാൻ വിട്ടുപോകണം. ഞങ്ങൾ ചിലരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് ഇറാൻ എന്നൊരു രാഷ്ട്രത്തെ ഞങ്ങൾ ഇല്ലാതാക്കുമല്ല, പക്ഷേ ഇറാനിൽ സമാധാനമുള്ളൊരു ഭരണം വരണം, ചുറ്റുമുള്ള രാജ്യങ്ങൾക്കും ഇസ്രയേലിനൊരു ഭീഷണിയാകരുത്. ആ ഇറാൻ എപ്പോഴും പറയുന്ന വാക്കായിരുന്നു, ഈ ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അതാണ് അവരുടെ മെയിൻ ഫാക്ടർ. അതാണ് ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പറയുന്നത്, ഇസ്രയേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട്, നമ്മളെന്തു ചെയ്യാൻ പറ്റും. യൂറോപ്പ് ഒരിക്കലും വിടത്തില്ല, പിന്നെ അമേരിക്ക ഒരിക്കലും ഇസ്രയേലിനെ തള്ളി പറയത്തുമില്ല. ഇതിനകത്ത് ഇസ്രയേൽ ഈ ഇറാൻ യുദ്ധം അധിക ദിവസമൊന്നും നീളത്തില്ല. എന്നുവെച്ചാൽ പാർട്ട് ബൈ പാർട്ടായിട്ട് അവർ തീർത്തു കഴിഞ്ഞു. ഇനി പാർട്ട് ബൈ പാർട്ടായിട്ട് തീർത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ. 1, ട്രംപും ഇസ്രായേലും കൂടെ ഇടപെട്ട് ഇറാനെ ഒരു ആണവ കരാർ. 2, ഇന്നത്തെ ഭരണകൂടത്തെ അവർ അട്ടിമറിക്കും. ഒരു പാവ ഭരണകൂടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാഖി സദാം ഹുസൈനെ പാഷനറിയാം മാറ്റിയിട്ട് ഈ അമേരിക്ക ചൊൽപ്പടി നിർത്തുന്ന ഒരു ഭരണകൂടത്തെ ഇപ്പോൾ ഇറാഖി കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇറാഖ് ആരുടെയും പ്രശ്നത്തിന് പോകുന്നില്ല, അവരുള്ളതും കൊണ്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കാലിഫേറ്റ് ഭരണത്തെ മാറ്റിക്കൊണ്ട് ഇവർക്ക് സമാധാനമായിട്ട് നിൽക്കത്തക്ക ഒരു ഭരണകൂടത്തെ ഇവർ കൊണ്ടുവരും. ഇതാണ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ. അതിനുശേഷം ഇപ്പം ഇറാനകത്ത് കാഷ്വാലിറ്റി വരാത്തത് ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യ ദിവസങ്ങളിൽ നല്ലതുപോലെ പോയി. എല്ലാത്തിനെയും അയൺ ഡോം വെച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. അയൺ ഡോം തന്നെ ബൈബിളിനകത്തുണ്ട്. യശയ്യാ പ്രവചനം 31:5, പക്ഷി ചുറ്റി കാക്കുന്നത് പോലെ എൻ്റെ ജനമായി ഇസ്രായേലിനെ ഞാൻ കാക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം പറയുന്നത്. ഇപ്പം അവർക്ക് 3 സംവിധാനമാണ്. 1, ആരോ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കുന്നത്. പിന്നെ അമേരിക്ക ഇപ്പം ജാഡ് എന്ന് പറഞ്ഞ് വേറൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നതിനെ ഇന്റർസെപ്റ്റർ വെച്ച് അഴിച്ചിടാൻ. അതുകൊണ്ട് ആദ്യത്തെ 2 ദിവസം ഇസ്രായേൽ അങ്ങ് വിറച്ചുപോയി. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പ്ലെയിനകത്ത് കയറി സ്ഥലം വിട്ട്, കൂടെ 2 വിമാനമുണ്ട്. ചിലർ പറഞ്ഞ് ഏതൻസിൽ പോയി, ചിലർ പറഞ്ഞ് ഗ്രീസിൽ പോയി, സൈപ്രസിൽ പോയി. അയാളെങ്ങും പോയില്ല. അങ്ങനെ പോകുന്ന ഒരാളല്ല അദ്ദേഹം. മൊസാദിന്റെ മുൻ തലവൻ, അദ്ദേഹം ഒരു കമാൻഡോ ആയിരുന്നു. അതുകൊണ്ട് പട്ടാളത്തെ സേവനം ചെയ്ത. അതുകൊണ്ട് ഈ മരിച്ചവരുടെ ഇടയ്ക്ക് വന്നിട്ട് അവരുടെ പട്ടാളക്കാരോടും നാട്ടുകാരോടും പറഞ്ഞ്, നമ്മൾ ഇത്രയും സഹിച്ച് ഒരു 2 വീക്സ് കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന്, ഒരു 2 ആഴ്ച കൂടി അലാറം കാണുമെന്ന്. അതോടുകൂടി അവർ തീർക്കുമെന്നുള്ളതാ പ്ലാൻ. അപ്പൊ പാസ്റ്ററെ, ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരത്തില്ല. പലരും പറയുന്നത് ഇതൊരു 3-ാം ലോക മഹായുദ്ധമാണ്. ഇടപെടത്തില്ല. ഇതിനകത്ത് ആകെ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ടർക്കിയുള്ളു. ടർക്കിയെ ഇപ്പോൾ അമേരിക്ക പിന്തിരിപ്പിക്കും. പിന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഒന്നും ഇതിനകത്ത് ഇടപെടത്തില്ല. സിറിയ ഒരു വരുവായി. ലെബനോൻ ഏകദേശം തീർന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജോർദാൻ ഒന്നും മിണ്ടാതെ നിൽക്കുക. ഈജിപ്തും ജോർദാനും ഒരു കാരണവശാലും ഇസ്രായേലിനെതിരെ ഒരു വാക്ക് പറയത്തില്ല. ഇറാഖ് സ്വിച്ചിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഭരണകൂടം. പിന്നെ ആര് ഇറാന് സപ്പോർട്ട് ചെയ്യും? അങ്ങനെയെങ്കിൽ ലോകം 2 ചേരി വന്നിട്ടെങ്കിൽ ഈ പിന്നെ 3-ാം ലോക മഹായുദ്ധം വരത്തുള്ളൂ. പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാവും. ഇതിനൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ വിഷയം ലോകത്തിൽ വരുന്നത് ഇനി വരാൻ പോകുന്ന ജെറുസലേമിനാണ്. ഈ ജെറുസലേം വരുമ്പോഴാണ് ഈ പ്രശ്നം മുറുകുന്നത്. ഇപ്പം യൂറോപ്പിൻ്റെ ഭരണമെല്ലാം ഇസ്രായേൽ അനുകൂലികളാണ്. അതുപോലെ അമേരിക്കയുടെ ഭരണവും ട്രംപ് ഇസ്രായേൽ അനുകൂലികളാണ്. ഒരു സമയത്ത് ഈ യൂറോപ്പിൻ്റെ ഭരണം ചില തൽപര കക്ഷികളിലേക്ക് വരും. അത് സംഭവിക്കും. അതാ ഇപ്പോൾ ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷ അറിയാമല്ലോ, ബ്രിട്ടനിൽ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രേ പറയാൻ പറ്റൂ. ബ്രിട്ടനിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ ഭരണവും മാറ്റം വന്നാൽ ഒരു പ്രശ്നം വരും. എന്താ വരാൻ പോകുന്നതെന്നറിയോ? ജെറുസലേം അറബികൾക്ക് വിട്ടുകൊടുക്കണം. അതാണ് ഈ ഭാരമുള്ള കല്ല് 1967. അതിൻ്റെ 1-2 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ടോക്ക് ഷോ അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. ആർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഈ ബരാക് ഒബാമ അന്ന് ഇറങ്ങിപ്പോയപ്പം വലിയൊരു ചതി ചെയ്തിട്ടാണ് പോയത്. എന്താ വെച്ചാൽ ഇത് നല്ല ക്ലിയർ ആയിരിക്കണം. ഇസ്രയേലിനെ ഒബാമ ചതിച്ചെന്ന് പറഞ്ഞാൽ, അന്ന് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഒബാമ UN ഒരു കത്ത് കൊടുത്തു, ഈ ജെറുസലേം അറബികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ ഇന്നത് വരത്തില്ല പാസ്റ്ററെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന 3 രാഷ്ട്രങ്ങളാണ് UN മെയിനായിട്ടിരിക്കുന്നത്. 1 അമേരിക്ക, 2 ഫ്രാൻസ്, ബ്രിട്ടൻ.
അവർ 3 പേരും പറയും ഇതിന് യാതൊരു സാധ്യതയില്ല. പിന്നെ പലസ്തീൻ അതോറിറ്റിയെ സമീപിക്കുന്ന ഇസ്ലാമിക രീതിയിൽ വരുന്നത് റഷ്യയും ചൈനയുമാണ്. അവർ 2 പേരെ വോട്ട് കൊണ്ട് മാറത്തില്ല. പക്ഷെ ഈ ഭരണകൂടങ്ങളിൽ പാസ്റ്റർ ഒരു മാറ്റം ഉണ്ടാവും. എന്താ? അമേരിക്ക, അതുപോലെ ഫ്രാൻസ്, ബ്രിട്ടൻ ഇപ്പൊ തന്നെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തൽപര കക്ഷി UN വന്നാൽ, ബരാക് ഒബാമ എന്ന് പറയുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, ഇന്ത്യയുടെ പിന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റാ. അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ ഫയൽ ചെയ്യുന്ന പേപ്പറാ. ആ പേപ്പർ അറബ് ലീഗ് പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് സക്കറിയ പ്രവചനം നിവർത്തിയാകുന്നത്. അന്നാളിൽ ജെറുസലേം വീണ്ടും എഴുന്നേറ്റ് ഒരു ഭാരമുള്ള കല്ല്. ഒരു കൂട്ടം ജാതികൾ ഇത് വേണമെന്ന് പറയും. ഇസ്രായേൽ ജനം വിട്ടുകൊടുക്കത്തില്ല. അതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അടുത്തൊരു ശരിയിലോട്ടും കൂടെ ഒരു സ്ട്രീം വരും. ഈ ഇന്നിപ്പോ ഇസ്രായേലിനോട് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം മാറും. ഇസ്രായേലിനോട് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം മാറും. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. നമുക്ക് പറയാം, ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യ റഷ്യയായിട്ട് ഏറ്റവും അടുപ്പമായിരുന്നു. എല്ലാ കാര്യത്തിനും റഷ്യയായിരുന്നു. പക്ഷെ മൻമോഹൻ സിംഗ് ഭരണം വന്നപ്പോൾ അമേരിക്കയായിട്ട് കൂടുതൽ അടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ വന്നപ്പോൾ ഇസ്രയേലുമായിട്ടും ഇന്ന് വരെ കാണാത്ത, ഞാൻ ഇസ്രയേലിന്റെ ചരിത്രം പഠിച്ചിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇസ്രയേൽ 48-ലെ സ്വാതന്ത്ര്യം കിട്ടി. 1950 അവർ ഇന്ത്യയോട് കെഞ്ചി ഞങ്ങൾക്കൊരു എംബസി തരണമെന്ന്. ഇന്ത്യ കൊടുത്തില്ല. ഒരു ഓഫീസാ കൊടുത്ത, കോൺസുലേറ്റ്. ഒരു 42 കൊല്ലം ഇസ്രായേൽ എംബസി ഇല്ലായിരുന്നു. ഇസ്രായേൽ എംബസി ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരു കോൺസുലേറ്റ്. പിന്നെ ഒരു കെട്ടിടം കൊടുത്തത് 92-ലാണ്. ആ സമയത്ത് BJP ഇവിടെ വരുന്ന സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി, അത് കഴിഞ്ഞ് നരസിംഹറാവു ഇസ്രായേലിനോട് കുറെ അനുകമ്പ കാണിച്ചെന്ന് തോന്നുന്നു 92. പിന്നെ അതിനുശേഷം ഈ അടൽ ബിഹാരി വാജ്പേയിയും അത് കഴിഞ്ഞ് LK അഡ്വാനി, ജസ്വന്ത് സിംഗും വരുമ്പോഴാണ് ഇസ്രായേലുമായിട്ട് ഇത്രയും കരാറ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വെപ്പൺസാണ് ഇന്ത്യയുടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളും ഒരേ ദിശയിൽ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഇസ്രായേലിനോട് ചായ കുടിക്കുന്നവർ പലരും ഇസ്രായേലിനെ വിട്ടുപോകും. ഇരമ്യാവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകുമെന്ന്. എന്താ വെച്ചാൽ ഇന്ന് സ്നേഹിക്കുന്നവർ പലരും പാടും. ഓരോരുത്തർക്കും ഓരോ അതോറിറ്റിയാ. അങ്ങനെ വരുമ്പോൾ ഈ ജെറുസലേം വിഷയത്തിൽ ഒരു അന്തിമ ദിനം, അതിനായിട്ട് 2 കാര്യങ്ങൾ നടക്കും പാസ്റ്ററെ. ഇപ്പൊ ഇതൊരു അന്തിമ യുദ്ധത്തിൽ പോകത്തില്ല, ഇതൊരു സീസ് ഫയർ. ഇന്ന് ഈ ടോക്ക് ഷോയിൽ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു സീസ് ഫയർ. 1, ഒരു വെടിനിർത്തൽ ഉണ്ടാവും. 2, ആണവ കരാറിൽ ഇറാനെ ഒപ്പുവെക്കും. 3-ാമത്തെ കാര്യം പാസ്റ്ററെ, ചില നേതാക്കളെയും കൂടെ ഇറാനി അവർ വകവരുത്തും. ഇതാണ് അവരുടെ തീം. ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യ പുകയുന്നത് 3, ഒരു വെടിനിർത്തലുണ്ടാവും, ആണവ കരാറ് അവരൊപ്പിടിക്കും, ചില നേതാക്കളെയും കൂടെ ഇവര് ഇറാനിൽ തീർക്കും. അത് കഴിഞ്ഞിട്ട് അവരാഗ്രഹിക്കുന്നത് ഇറാനിൽ ഒരു ജനാധിപത്യ ഭരണം. 1979 ഷായുടെ ഭരണം പോയി. ഷായുടെ മകനെ ഇപ്പൊ അവർ ഉദ്ദീപിക്കുന്നത് തിരിച്ച് നിങ്ങൾ വരണമെന്ന്. അങ്ങനെ ഒരു ഭരണം കൊണ്ടുവരണം. ഈ 4 പരിപാടിയാ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ അവസാനം. അല്ലാതെ മറ്റൊരു പരിപാടി ഇപ്പോൾ ഒരു 3-ാം ലോക മഹായുദ്ധം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാ റോമാലേഖനം 11:25 ആര് പറയുന്നുണ്ട്? പൗലോസ് പറയുന്നുണ്ട്, ഇസ്രായേൽ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരെ പോലെ ആകരുത്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഉണ്ടാവും. ആ കാഠിന്യ പാസ്റ്റർ ഈ കോവിഡിന് ശേഷം October 7 മുതൽ അവൻ അനുഭവിക്കുന്നത്. ഒറ്റയടിക്ക് 2400 പേര് പോയി. മൊസാദിന്റെ ഹമാസിന്റെ ആക്രമണത്തിൽ കുറെ പേര് പോയി പാസ്റ്റർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാനുമായിട്ട് 20 കൂടുതൽ മരിച്ച്, ഇനിയും കാഷ്വാലിറ്റി മരണം കണ്ടേക്കും. അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു മുറിവാ. അതാ പറഞ്ഞ് ഇസ്രായേലിന് അംശമായ കാഠിന്യം, പൂർണ്ണമായത് വരത്തില്ല, അംശമായ പാർട്ട് ബൈ പാർട്ടായിട്ട് അവൻ അടിയുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ജാതികളുടെ പൂർണ്ണസംഖ്യ ചിലരും കൂടി കർത്താവിനെ അറിയേണ്ടി വരും. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദീർഘക്ഷമ കാണിക്കുന്നു, ചിലരും കൂടി മാനസാന്തരപ്പെട്ട് നമ്മൾ നല്ല വഴിയിൽ ജീവിക്കാൻ. അതുകൊണ്ട് ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. ഇതിന് വിത്തിൻ 2 വീക്സ് ഈ ടോക്ക് ഷോ നമ്മുടെ പുറത്ത് വരുമ്പോൾ തന്നെ ഇതിനൊരു വെടിനിർത്തലുണ്ടാവും. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് ഇടപെടാമെന്ന്. പക്ഷെ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ചില കാര്യം നടക്കും. അതാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം തീർക്കും കാര്യം. അതിനാസ്പദമായി ഇറാന്റെ ജനത്തെ ഇളക്കാതിരിക്കാനായിട്ട് ഏത് രാജ്യത്തും ബുദ്ധിപൂർവ്വം ചെയ്യുന്ന മീഡിയ അവരുടെ കൈ കൊണ്ടുവരും. ഈ ജനത്തെ ഇളക്കുന്നത് മീഡിയയിൽ കൂടാ. അപ്പൊ ഇന്റർനെറ്റ് സംവിധാനം ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇറാനി പാട്ട് നിലച്ചു പോവുക. അതുപോലെ തന്നെ അവരുടെ റേഡിയോ നിലയം തീർത്ത് അവരുടെ ചാനലിൽ ബോംബിട്ട്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത അറിയാതിരിക്കാൻ ബുദ്ധിപൂർവ്വം അവർ ചെയ്യുന്നതാണ്. പക്ഷെ ഇസ്രായേൽ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. എന്താ വെച്ചാൽ UN നമ്മുടെ നിയമങ്ങൾ നോക്കിയാലും ഏത് രാജ്യത്ത് യുദ്ധം ചെയ്താലും ആശുപത്രി, സ്കൂള്, അത് കഴിഞ്ഞിട്ട് പിന്നെ രോഗക്കടക്കെ കിടക്കുന്നവർ, മീഡിയ, ഇതിനെ ഒന്നും കയറി
ആക്രമിക്കരുതെന്ന UN-ന്റെ നിയമം. പക്ഷേ അതിനെ വയലേറ്റ് ചെയ്താ പോകുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ചെയ്താലും അതിനെ വയലേറ്റ് ചെയ്താ പോകുന്നത്. പിന്നെ അവരെ സ്വാഭാവികം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിലാണ്. അതുകൊണ്ട് UN ഇടപെട്ടാലും ഇത് അവസാനിക്കത്തില്ല. പക്ഷേ ഇതിനൊരു അവസാനം ഇന്നും നമുക്ക് ഈ ടോക്ക് ഷോയിലും പറയാം. ട്രംപ് ഒരു വാക്ക് ഇന്ത്യ പാകിസ്ഥാൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ നടക്കും. പക്ഷേ ട്രംപിന് ഒരു അജണ്ടയുണ്ട്. ആ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അവർക്ക് അനുകൂലമുള്ള ഒരു ഭരണകൂടം വന്നാൽ പാസ്റ്ററെ അവിടെ എണ്ണ വില അവരുടെ കൈ കൂടെ ഓടും. പാസ്റ്റർ പിടി കിട്ടിയല്ലോ. ഇപ്പൊ എല്ലാവർക്കും കൂടെ എണ്ണ വില കൂട്ടാൻ പറ്റത്തില്ല. അതിന് ഇറാൻ നല്ല എണ്ണയുള്ള ഒരു രാജ്യമാണ്. കുവൈറ്റ്, സൗദി, ബ്രസീൽ, റഷ്യ, അതുപോലെ ഒപ്പക്കിനകത്തുള്ള ഒപ്പക്കിന്ന് വിട്ടു നിൽക്കുന്നെങ്കിലും ഒരു രാജ്യമാണ്. അപ്പം പിന്നെ അവരുടെ കരുതലാണ് ഈ എണ്ണ സ്റ്റോറേജ് സഹിതം ഇതായിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണയിൽ ആശ്രയിക്കുന്ന ഇറാനെയാണ്. ഇറാനെയാണ്. അതുകൊണ്ടാണ് ചാമ്പകാരന് പൈസ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വില കുറച്ച് നമുക്ക് എവിടെ ചെന്നാലും വില കുറച്ച് കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ നല്ലൊരു കൺസപ്ഷൻ ഇറാനിന്നാണ്. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും നമ്മളും ആഗ്രഹിക്കുന്ന ഇറാൻ തകർന്നു കാണുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ ഒരു വ്യാപാര സുഹൃത്തുകൂടാ. വർഷങ്ങളായിട്ട് ഇന്ത്യയായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷേ ഇറാനിൽ ഈ വിഷയം വരുന്നത് 1979 ശേഷം ഈ ഭരണകൂടം വന്നതിന് ശേഷമാണ് പ്രോക്സി വാർ പോയത്. ആ പ്രോക്സി ഈ മൂടുപടം നീക്കി ഇപ്പൊ പുറത്തു വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യഥാർത്ഥ ശത്രുവിനെ അവർക്ക് നേരത്തെ അറിയാം. ഒക്ടോബർ 7 തൊട്ട് അത് പ്ലാൻ ചെയ്യുന്നതാ. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇതെല്ലാം തൽസമയം അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പലരും പറയാറുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയായിട്ട് തെറ്റിയിരിക്കുക. കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കണം. ആ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചത് നെതന്യാഹുവിനെയാണ്. പുള്ളി അമേരിക്ക ചെന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനോടൊപ്പം എന്നും അമേരിക്കയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിനെതിരെ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം താഴെ വീടും. നാസ അവരുടെ കയ്യിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ ബാങ്ക് JP മോർഗൻ അത് ഇസ്രയേലിന്റെ കയ്യിലാണ്. വാൾ സ്ട്രീറ്റ് അവരുടെ ഇല്ല. സകല ബിസിനസ്സും ഇസ്രയേലിന്റെ ഇല്ല. അതുകൊണ്ട് വൻ രാജ്യങ്ങളുടെ നല്ല ബിസിനസ് മുഴുവൻ ഇസ്രയേലിന്റെ ഇല്ല. അവർ വൈൻഡപ്പ് ചെയ്ത രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല. കോടിക്കണക്കിന് ഡോളറാണ് യഹൂദന്മാർ ബാങ്കുകളിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിസ്തമുണ്ട്. അതെല്ലാം അമേരിക്കക്ക് അറിയാം. അതുകൊണ്ട് അമേരിക്ക ഇസ്രയേലിനെ ഒരിക്കലും വിട്ടു പറയത്തില്ല. പക്ഷെ ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഉണ്ടാവും. അന്ന് ഭാരമുള്ള കല്ലാകും. ജാതികൾ വിരോധമായി കൂടി വരും. ഇസ്രയേലിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിനോടനുബന്ധിച്ച് 3-ാം ലോക മഹായുദ്ധത്തിനോടനുബന്ധിച്ച് വരാൻ വന്നൊരു സംഭവം. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷത്തിൻ്റെ ഇത് ചെയ്യുമ്പോൾ കാണാം. പല ചാനലിലും വന്നിട്ടുണ്ട്. ഒരു വെള്ളത്തുണി കഴുത്തെ കൂടെ പുതപ്പിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ഇടിഞ്ഞ ആലയത്തിൻ്റെ വിലാപ മതിലിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങളീ പോകുന്നത് യാഹ് എന്ന ദൈവം, അവർക്ക് ഏകദൈവം. ഞങ്ങൾക്കൊരു സിനഗോഗില്ല. ഇതെല്ലാം പോകുന്നത് ഒരു ആലയത്തിന് വേണ്ടിയാണ്. അതാണ് ബൈബിളും പറയുന്നത്. എതിർ ക്രിസ്തു വരുമ്പോൾ ഇതെല്ലാം പോംവഴിയായിട്ട് ഒരു ആലയം ഉണ്ടാവും. അപ്പം തന്നെ ഈ ജെറുസലേം ജാതികൾക്ക് വിട്ടും കൊടുക്കും. വെളിപ്പാട് 11 പറയുന്ന ജാതികൾ ആലയത്തിന് പുറത്തുള്ള സ്ഥലം ചവിട്ടുവന്ന്. ഇതാ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. ഇതിവിടെ അവസാനിക്കത്തില്ല. പലരും തെറ്റിക്കാറുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ പാസ്റ്ററി കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും തൂത്തുപറക്കി എല്ലായിടത്തും വരാൻ പോകുന്ന ഇസ്രയേലും അന്ത്യപയുദ്ധം പ്രസംഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഈ പ്രശ്നം തുടങ്ങിയപ്പം തന്നെ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ക്ലേശമാണെങ്കിലും ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് സഹോദരങ്ങൾ ഞാൻ മറ്റു വിദേശ രാജ്യങ്ങളിലൊന്നും പോകുന്ന ആളല്ല. അവരെല്ലാം എന്നെ വിളിച്ചൊരു സംശയം ചോദിച്ചു, പാസ്റ്ററെ ഇത് ലോകം 2 ചേരിയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു നെവർ. ഇപ്പൊ അത് പോകത്തില്ല. ഇപ്പൊ ഇസ്രയേലിന്റെ കൂടെ ഒരു കരുത്തുറ്റ ചേരിയാ നിൽക്കുന്നത് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ. ഇത്രയും വലിയൊരു ചേരിയുള്ളപ്പോൾ ഇസ്രയേലിന് എന്തിനാ ഭാരപ്പെടുന്നത്? അപ്പൊ ഏതൊരു സഹായത്തിന് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രയേലിലൂടെ പാർട്ടായിട്ട് നിൽക്കുക. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും നല്ലൊരു പിന്തുണ ഇന്ത്യയുടെ ഉണ്ട്. ഇത്രയും രാജ്യം നിൽക്കുമ്പോൾ ഒരു ലോകമഹായുദ്ധം ഇവിടെ ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ അറബ് രാജ്യങ്ങൾ ഒരു തകർച്ചയുടെ വക്കിലും ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അവരൊന്ന് എഴുന്നേറ്റ് വരണം. അതിന്റെ ഹമാസ്, ലെബനോന്, സിറിയ ഇതെല്ലാം ഒരു തകർച്ചയുടെ വക്കിൽ പോവുക. അപ്പൊ ഇന്ന് വിലക്കയറ്റം ആഗോള വ്യാപകമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഈ യുദ്ധത്തിന്റെ കെടുതിയായിട്ട് സ്വർണ്ണവില കയറുക, മാർക്കറ്റുകൾ. 2 എണ്ണവില കുതിക്കുക. ഈ എണ്ണവിലയും കൂടെ കുതിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, മെഡിസിൻസിനെല്ലാം വില കൂടും. അതൊരു ക്ഷാമത്തിലേക്ക് വരും. അത് UN അനുവദിക്കത്തില്ല. ഇപ്പൊ തന്നെ കോവിഡിൽ നിന്ന് ഒന്ന് കര ചവിട്ടി വന്നപ്പോഴേ ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ ഈ ടാക് ഷോയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കോട് ഞങ്ങളൊരു പ്രത്യാശയുടെ വാക്ക് പറയുന്നത് എന്താ വെച്ചാൽ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് വന്ന പണവും വീടുമല്ല,
ഞാൻ നിങ്ങൾക്ക് സമാധാനമാണ് തന്നിട്ട് പോകുന്നത്. ആ സമാധാനത്തിൻ്റെ വക്താക്കള് നമുക്ക് ഹമാസിൻ്റെ ഇത്രയും വലിയ വിഷയം, ഹമാസ് അങ്ങോട്ട് നിന്ന് അറ്റാക്ക് ചെയ്ത് പലരും പറയുന്നത് പോലെ അവർ പിടിച്ചു വാങ്ങിച്ചോല്ല. പക്ഷേ അനവധി ഹമാസിൻ്റെ ലീഡേഴ്സിനെ ആരെയോ കൊല്ലട്ട്, അവരെ പടയാളികളെ കൊല്ലട്ട്, ഇസ്രയേലിൻ്റെ കഠിനമായ ആക്രമണം മൂലം അനവധി മാതാപിതാക്കൾ മരിച്ചു, ഗർഭിണികൾ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു. അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവരൊന്നും ഒരു തെറ്റും ചെയ്യാത്തവരാ. അത് നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. നമുക്കതിൽ വളരെ ദുഃഖമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു വിഷയത്തിൽ ഇറാനിൽ ഏകദേശം 200-ൽ പരം അതിൽ സിവിലിയൻസും മരിച്ചിട്ടുണ്ട്. അത് അപ്പം നമ്മൾ ഈ പ്രത്യാശ നൽകുന്ന നമ്മുടെ വാക്കുകൾ എപ്പോഴും സമാധാനത്തിൻ്റെ വാക്കുകളായിരിക്കണം. ദൈവമേ, രാഷ്ട്രങ്ങളോട് ഇടപെടണം, നേതാക്കളോട് ഇടപെടണം, ഒരു സ്വൈരമായ ജീവിതം ഞങ്ങൾക്ക് ലഭിക്കണം, എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളത് ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി അവർ നിൽക്കട്ടെ, മറ്റു രാജ്യങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ. നമ്മൾക്ക് മനുഷ്യൻ ഭക്ഷിക്കേണ്ടതും മനുഷ്യൻ ആവശ്യത്തിന് ഉപകരിക്കേണ്ട ഡോളറുകൾ, ഇപ്പോൾ ഇന്ത്യ തന്നെ ഒരു 40% വരുമാനത്തിൻ്റെ ആയുധത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അതെല്ലാം ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആയുധ മത്സരം ഉണ്ടാക്കിയാൽ വി വിൽ ഗോ ആൻ എ ഡെവലപ്മെൻറ്റ് ടു ഡെവലപ്മെൻറ്റ്, നമ്മൾ വളരെ ഇത് പോകും. അപ്പം ഓരോ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി നടത്തുന്ന സമ്പത്ത് കുറച്ചുകൂടി പാവപ്പെട്ട മനുഷ്യരെ കിട്ടിയാൽ രാജ്യങ്ങൾ ഡെവലപ്പാകും, ഡെവലപ്പാകും, അനവധി പേർക്ക് തൊഴിലും കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രത്യാശ യുദ്ധം അതിവേഗത്തിൽ തീരട്ടെ, എല്ലാവരുമായിട്ട് സമാധാന കരാർ ഉണ്ടാകട്ടെ, ഇറാനും ഒരു നല്ല വ്യക്തി തുടങ്ങട്ടെ, ഇനിയും വലിയ വലിയ അറ്റാക്കുകൾ വരാതെ ഈ 2025 ജൂൺ മാസം, ഇപ്പോൾ ഏകദേശം നമ്മുടെ ടോക്ക് ഷോ നടക്കുമ്പോൾ ഏകദേശം ജൂൺ മാസം 16, 17 ഒക്കെ ദിവസങ്ങളിലായിരിക്കുക. ഈ മാസം കൊണ്ട് ഇതിനെല്ലാം ഒരു എൻഡുണ്ടായി ജനസമാധാനത്തോടെയും അടുത്ത 5-6 മാസം കൂടെ നമ്മുടെ മുൻപിലുള്ളപ്പം സൗഖ്യത്തോടെയും സാഹോദര്യത്തോടെയും ജീവിപ്പാനുള്ള കൃപ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ടോക്ക് ഷോയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷക സഹോദരങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹം ഒരു യുദ്ധം വരാനല്ല, യുദ്ധം വേഗം തീരട്ടെ. പക്ഷെ ഒരിക്കൽ കൂടി ദൈവവചനം വിശ്വസിക്കുന്ന അനവധി ദൈവമക്കൾ ഈ ടോക്ക് ഷോ കാണുന്ന അവർക്കൊരു പ്രത്യാശയുടെ വാക്ക് ഞങ്ങൾ പറയുന്നത്, 3-ാം ലോക മഹായുദ്ധമല്ല, ഇത് വിത്തിൻ 2 വീക്സ് അവസാനിക്കും, ആണവ കരാർ ഒപ്പിടും, ഇറാൻ്റെ മുഴുവൻ രാജ്യത്തെ ഇല്ലാതാക്കത്തില്ല, അതിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു കാര്യം കൂടി ഈ ടോക്ക് ഷോയിൽ പറയാം, ചില ലീഡേഴ്സിനെയും കൂടെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാർഗറ്റ് അവസാനിക്കുമ്പോൾ ഇസ്രയേൽ, അതാ റൈസിങ് സൺ ലയൺ എന്ന് അവർ പറയുന്നത്, അത് സിംഹം, അത് എന്താ ബാലസിംഹം പോലെ, അത് അതിൻ്റെ കാര്യം ചെയ്തെടുക്കുമെന്ന് ആ പേരിടാൻ കാര്യസംഖ്യാ പുസ്തകത്തിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇനി വലിയ അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ടോക്ക് ഷോ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ക്രിസ്ത്യൻ ഗാരേജിൻ്റെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. Christian Garage.